ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ലിറ്റററി അവാർഡ്സ് ആണ് കേട്ടോ. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ്. അപ്പോൾ എല്ലാം പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടും മന്ത് വൈസ് ആയിട്ടും നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടെ കാണാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. 2021 കേരള സാഹിത്യ പുരസ്കാരങ്ങളിലെ മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? ഡോക്ടർ ആർ രാജശ്രീക്കും അതേപോലെ തന്നെ വിനോയ് തോമസിനുമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആർക്കൊക്കെയാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? ഡോക്ടർ ആർ രാജശ്രീക്കും വിനോയ് തോമസ്. ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ഒരു രാജാവിനെ വെച്ചിട്ടാണ് കേട്ടോ. അതായത് ഈ രാജാവ് എന്ന് പറയുന്നത് പ്രജകളൊക്കെ നോവിക്കുന്ന ഒരു രാജാവാണ്. അപ്പോൾ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് പ്രജകളൊക്കെ നോവിക്കുന്ന രാജാവില്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർ ആർ രാജശ്രീയാണ്. രാജശ്രീ വെച്ചിട്ടാണ് നമ്മൾ രാജാവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രജകളൊക്കെ നോവിക്കുന്ന രാജാവാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോവിക്കിൽ വെച്ചിട്ടാണ് നമ്മൾ നോവലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ കവിതയുണ്ട്, ചെറുകഥയുണ്ട്. അപ്പോൾ എല്ലാം തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഡോക്ടർ രാജശ്രീ. അപ്പം നമ്മുടെ രാജാവ് നോവിക്കും എന്ന് ആലോചിക്കാം. അതേപോലെ തന്നെ ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രാജാവ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ദാക്ഷിണ്യം വെച്ചിട്ടാണ് നമ്മൾ കൃതി ഒന്ന് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായിട്ടുള്ള 2 സ്ത്രീകളുടെ കഥ. അപ്പോൾ ഇതിനകത്തുള്ള ദാക്ഷായണിയാണ് നമ്മുടെ ദാക്ഷിണ്യവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ. ഇനി രണ്ടാമത് കിട്ടിയിട്ടുള്ള ആർക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത്? വിനോയ് തോമസിനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ പുറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ രാജാവ് പ്രജകളൊക്കെ നോവിക്കുന്ന ഒരു രാജാവാണ്, ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് പ്രജകളൊക്കെ നോവിക്കുന്ന ഒരു രാജാവാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതെല്ലാം കണക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മുടെ മന്ത്രി എങ്ങനെയല്ല കേട്ടോ. മന്ത്രി എങ്ങനെയാണ്? മന്ത്രി ഭയങ്കര വിനയമുള്ളൊരു മന്ത്രിയാണ് കേട്ടോ. എങ്ങനെയുള്ള മന്ത്രിയാണ്? വിനയമുള്ള മന്ത്രിയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ മന്ത്രി എപ്പോഴും ഇങ്ങനെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പുട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു മന്ത്രി ഭയങ്കര വിനയമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വിനയം വെച്ചിട്ടാണ് വിനോയ് തോമസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. വിനോയ് തോമസ് കേട്ടോ. അതുപോലെ തന്നെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കും, അതാണ് നമ്മുടെ പുറ്റ്. അപ്പോൾ മികച്ച നോവലിനുള്ള പുരസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് മൈൻഡിലേക്ക് കൊണ്ടുവരണ്ടേ? നമ്മുടെ രാജാവിനെ കുറിച്ച് ആലോചിക്കുക അല്ലേ. രാജാവ്, മന്ത്രി. അപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ പ്രജകളെ നോവിക്കുന്ന രാജാവ്, ദാക്ഷിണ്യം ഇല്ലാത്ത രാജാവ് എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ മന്ത്രി ഭയങ്കര വിനയമുള്ള മന്ത്രിയാണ്, പക്ഷേ എപ്പോഴും പുട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓക്കെയാണല്ലോ, മികച്ച നോവൽ ഓക്കെയല്ലേ. ഇനി മികച്ച കവിതയാണ് കേട്ടോ. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അൻവർ അലിക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്ക് കിട്ടിയിട്ടുള്ളത്? അൻവർ അലി. കൃതി ചോദിക്കുകയാണെങ്കിൽ മെഹബൂബ് എക്സ്പ്രസ്സിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഏതാണ്? മെഹബൂബ് എക്സ്പ്രസ്. അപ്പോൾ അതിനെനിക്ക് വലിയ കോഡൊന്നും കിട്ടിയില്ല, എന്നാലും ഞാൻ ഓർത്ത് വെച്ചേക്കണത് മികച്ച കവിത എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ കവിതകളിലൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ വർണ്ണിക്കുന്നത് അല്ലേ. വർണ്ണിക്കുക, അങ്ങനെ നമുക്ക് അൻവർ വർണ്ണിക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ. അൻവർ വർണ്ണിക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അൻവർ അലിക്കാണ് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. കൃതി ഓർത്ത് വെച്ചേക്കുക. അൻവർ അലി എന്ന് പറയുമ്പോൾ തന്നെ മെഹബൂബ് എക്സ്പ്രസ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്തേക്കാം കേട്ടോ. മെഹബൂബ് എക്സ്പ്രസ്. ഇനി മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ദേവദാസ് VM-നാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ വഴി കണ്ടുപിടിക്കുന്നവർ. മികച്ച ചെറുകഥയ്ക്ക് കിട്ടിയിട്ടുള്ളത് ദേവദാസ് VM. കൃതി ഏതാണ്? വഴി കണ്ടുപിടിക്കുന്നവർ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ ചെറുകഥ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഞാൻ കൃതിയായിട്ടാട്ടോ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ വഴി എന്നുള്ള രീതിയിൽ എടുത്തേക്കാണ്, ചെറിയ വഴി. അപ്പോൾ അങ്ങനെ നമുക്ക് കൃതി കിട്ടി. ഏതാ? വഴി കണ്ടുപിടിക്കുന്നവർ എന്നുള്ള കൃതി നമുക്ക് കിട്ടി. പിന്നെ അപ്പോൾ വഴി നമുക്ക് കിട്ടിയില്ലേ. ഇനി വഴിയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ആരാ? ദൈവമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവം എന്നുള്ള രീതിയിൽ ദേവദാസ് VM എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം മികച്ച ചെറുകഥ എന്ന് പറയുമ്പോൾ ചെറിയ വഴി ആലോചിക്കുക. അപ്പോൾ വഴി കിട്ടിക്കഴിഞ്ഞാൽ വഴി കാണിച്ചു തരുന്ന ദൈവം എന്നുള്ള രീതിയിൽ ദേവദാസ് VM കിട്ടും. ഓക്കെ ആണോ? അടുത്ത ബാലസാഹിത്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രഘുനാഥ് പാലേരിക്കാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? രഘുനാഥ് പാലേരി. കൃതി ചോദിക്കുകയാണെങ്കിൽ അവർ മൂവരും ഒരു മഴവില്ലും. ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്ക് ബാലനായിട്ടൊക്കെ കണക്ട് ചെയ്യാം അല്ലേ. ഈ ബാലന്മാരൊക്കെ ഇങ്ങനെ പാലൊക്കെ കുടിക്കുക, അങ്ങനെ നമുക്ക് പാലേരിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രഘുനാഥ് പാലേരി. കൃതി അവർ മൂവരും ഒരു മഴവില്ലും കേട്ടോ. ഏതാണ് കൃതി? അവർ മൂവരും. ബാലന്മാർ 3 പേരെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അവർ മൂവരും ഒരു മഴവില്ലും. ഇനി അടുത്ത നാടകമാണ്. നാടകത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പ്രദീപ് മുണ്ടൂരിനാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ്? പ്രദീപ് മുണ്ടൂർ. കൃതി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം പറയാം. കൃതി ഏതാണ്? നമുക്ക് ജീവിതം പറയാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ചിട്ട് പഠിക്കാം. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്.
അപ്പോൾ ഇതിൽ പറയുന്ന പോലെ നാടകവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ലേ, ലാസ്റ്റായിട്ട് പറയുന്നില്ല നാടകമാണെന്ന്, അതുപോലെ മുണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാടകത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പ്രദീപ് മുണ്ടൂരിനാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? പ്രദീപ് മുണ്ടൂരിന്. ഓക്കെ, അതുപോലെ തന്നെ കൃതി ഏതാ? നമുക്ക് ജീവിതം പറയാം. കേട്ടോ, ഏതാണ്? നമുക്ക് ജീവിതം പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താ നമ്മൾ പറഞ്ഞേ? നമ്മൾ മികച്ച നോവൽ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ രാജാവും മന്ത്രിയും ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ്. അപ്പോൾ രാജാവ് എല്ലാവരെയും നോവിക്കും, ഒരു ദാക്ഷിണ്യമില്ലാത്ത രാജാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മന്ത്രി ഭയങ്കര വിനയമുള്ള മന്ത്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ എപ്പോഴും പുട്ട് കഴിക്കും. അത് വെച്ചിട്ട് നമ്മൾ മികച്ച നോവൽ ഡോക്ടർ ആർ രാജശ്രീക്കും, കൃതി ചോദിക്കുകയാണെങ്കിൽ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായിട്ടുള്ള 2 സ്ത്രീകളുടെ കഥ, പിന്നെ വിനോയ് തോമസ് പുറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. പിന്നെ മികച്ച കവിത കിട്ടിയിട്ടുള്ളത്, കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അൻവർ അലിക്കാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ മെഹബൂബ് എക്സ്പ്രസ്. അപ്പോൾ കവിത നമ്മൾ വർണ്ണിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ നമ്മൾ അൻവർ അലിയായിട്ട് വെച്ചിട്ട് അൻവർ അലിയായിട്ട് കണക്ട് ചെയ്തു. പിന്നെ മികച്ച ചെറുകഥ കിട്ടിയിട്ടുള്ളത് ദേവദാസ് VM-നാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ വഴി കണ്ടുപിടിക്കുന്നവർ. അപ്പോൾ ചെറുകഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ വഴിയായിട്ട് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ വഴി കിട്ടി, വഴിയൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് ദൈവമാണ്, പല സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വഴി കാണിച്ചു തരുന്നത് ദൈവമാണെന്നുള്ള രീതിയിൽ ദേവദാസ് VM ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ബാലസാഹിത്യം രഘുനാഥ് പാലേരിക്കാണ് കിട്ടിയിട്ടുള്ളത്. അവർ മൂവരും ഒരു മഴവില്ലും അല്ലേ. അപ്പോൾ ബാലന്മാരെന്നൊക്കെ പറയുമ്പോൾ പാലൊക്കെ കുടിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. രഘുനാഥ് പാലേരി. കൃതി അവർ മൂവരും ഒരു മഴവില്ലും. പിന്നെ നാടകം നിങ്ങൾ എന്തായാലും തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അല്ലേ. മുണ്ടൂര്, പ്രദീപ് മുണ്ടൂര്. കൃതി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം പറയാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത് ആത്മകഥയാണ്. ആത്മകഥയ്ക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരമാണ് നോക്കുന്നത്. അറ്റുപോകാത്ത ഓർമ്മകൾ. ആരുടെ ആത്മകഥയാണ്? പ്രൊഫസർ TJ ജോസഫിൻ്റെ ആത്മകഥയാണ് അറ്റുപോകാത്ത ഓർമ്മകൾ. അതേപോലെ തന്നെ എതിരെന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥ ആരുടെയാണ്? M കുഞ്ഞമ്മാൻ്റെയാണ്. ആരുടെയാണ്? M കുഞ്ഞമ്മാൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. എല്ലാവരും ജോസഫ് സിനിമ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ജോസഫ് സിനിമേനകത്ത് ജോസഫ് അവൻ്റെ ആത്മകഥ എന്നുള്ള രീതിയിലല്ലേ ആ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആത്മകഥയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആത്മകഥ ജോസഫായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ആ സിനിമേനകത്ത് ഈ അവയവദാനങ്ങളെക്കുറിച്ച് എനിക്കല്ലേ പറയുന്നത്. ജീവൻ അറ്റുപോകാണ്ട് അവയവദാനമൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെയല്ലേ കാണിക്കുന്നത്. അങ്ങനെ ജീവൻ അറ്റുപോകാത്ത എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അറ്റുപോകാത്ത ഓർമ്മകൾ ആരുടെയാണ്? പ്രൊഫസർ TJ ജോസഫിൻ്റെയാണ് കേട്ടോ. പ്രൊഫസർ TJ ജോസഫ്. അടുത്ത് നോക്കാം. അടുത്ത് എതിരാണ്. എതിര് ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുകയാണെങ്കിൽ M കുഞ്ഞമ്മാൻ്റെ ആത്മകഥയാണ് എതിര്. ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, എല്ലാ വീടുകളിലും ചിലപ്പോൾ ഒരു അമ്മാവനുണ്ടാവും അല്ലേ. എല്ലാത്തിനും എതിര് പറയുന്ന ഒരു അമ്മാവനായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കാണ്. അങ്ങനെ നമുക്ക് കുഞ്ഞമ്മാവൻ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. കുഞ്ഞമ്മാൻ, എതിര്. അപ്പോൾ അങ്ങനെ എതിര് നിന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ചിലപ്പോൾ ചില ആത്മകഥകളൊക്കെ എഴുതേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെ എതിര് ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ M കുഞ്ഞമ്മാൻ. അപ്പോൾ രണ്ടും ഓക്കെ ആയില്ലേ. അടുത്ത യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വേണുവിനാണ് കേട്ടോ. കൃതി ചോദിക്കുകയാണെങ്കിൽ നഗ്നരും നരഭോജികളും. ഓക്കെ, അപ്പോൾ യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ നമുക്ക് യാത്ര നമ്മുടെ നെടുമുടി വേണുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നെടുമുടി വേണു ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം നരഭോജികളൊക്കെ ഉണ്ടാവുന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ യാത്രാ വിവരണം വേണുവിനാണ് കിട്ടിയിട്ടുള്ളത്. കൃതി ചോദിക്കുകയാണെങ്കിൽ നഗ്നരും നരഭോജികളും. അടുത്തത് വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുള്ളത് വൈശാഖനും KP ശങ്കരനുമാണ്. ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? വൈശാഖനും KP ശങ്കരനും. ഞാൻ ഓർത്ത് വെച്ചേക്കണം, വിശിഷ്ടാംഗത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് വായും ഷായൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ വൈശാഖനകത്തും വായും ഷായുണ്ട്. പിന്നെ ഷാ വെച്ചിട്ടുള്ള ശങ്കരൻ കേട്ടോ, KP ശങ്കരൻ. ഓക്കെ, അപ്പോൾ വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുള്ളത് വൈശാഖൻ, അതുപോലെ തന്നെ KP ശങ്കരൻ. അടുത്ത കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, അത് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാ? K സച്ചിദാനന്ദനാണ്. ഓക്കെ, അപ്പോൾ കേരള സാഹിത്യം, ഈ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഈ കൃതികളും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഒരു ആനന്ദം വരില്ലേ. അങ്ങനെ നമുക്ക് സച്ചിദാനന്ദനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. K സച്ചിദാനന്ദനാണ് കേട്ടോ. K സച്ചിദാനന്ദൻ. കേരള സാഹിത്യത്തിൻ്റെ K വെച്ചിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. K സച്ചിദാനന്ദൻ. ഇനി അടുത്ത് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം നോക്കാം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം. 2021 കിട്ടിയിട്ടുള്ളത് ദാമോദർ മൗസോയ്ക്കാണ്. കൊങ്ങിണി ഭാഷയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ 57ാമത്തെ ആണെന്നും കൂടെ ഓർത്ത് വയ്ക്കണം. 2021 കിട്ടിയിട്ടുള്ളത് ദാമോദർ മൗസോയ്ക്ക് 57ാമത്തെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ 1983 കാർമെലിൻ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ദാമോദർ മൗസോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഏതാണ് നോവൽ? കാർമെലിനാണ്. അതിനൊപ്പം തന്നെ സുനാമി സൈമണും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ്. അതേപോലെ തന്നെ 2020 കിട്ടിയിട്ടുള്ളത് നീൽമണി ഫൂക്കനാണ്. 56ാമത്തെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആസാമിസ് ഭാഷയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 1981 നീൽമണി ഫൂക്കിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള നോവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കവിത. ഓർത്ത് വയ്ക്കണേ, കവിത എന്നുള്ള നോവലിനാണ് 1981 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നീൽമണി ഫൂക്കിന് ലഭിച്ചിട്ടുള്ളത്. 2019 കിട്ടിയിട്ടുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്, 55ാമത്തെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയൊരു കോഡ് വെച്ചിട്ട് ഇപ്പോൾ തന്നെ സെറ്റാക്കാം. ഇത്രയും ഓർത്താൽ മതി. മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് ഞാൻ ഉദ്ദേശിച്ചത് ദാമോദർ മൗസോ. ഓക്കെ, അതുപോലെ തന്നെ പീഠത്തിൽ ഞാൻ കണക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ജ്ഞാനപീഠമായിട്ട് ചെറിയൊരു കണക്ഷൻ കൊടുത്താണ്. നെൽമണി എന്ന് ഉദ്ദേശിച്ചത് നീൽമണിയാണ് കേട്ടോ, നീൽമണി ഫൂക്കനാണ്. അകത്താക്കി എന്ന് പറഞ്ഞത് അക്കിത്തമാണ്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു കോഡൊന്ന് ഓർത്താൽ മതി. മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി. അപ്പോൾ നമുക്കിതെല്ലാം റീകളക്ട് ചെയ്യാൻ പറ്റും. ഇനി അക്കിത്തത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ജ്ഞാനപീഠം നേടുന്ന 60ാമത്തെ വ്യക്തിയാണ്, അതേപോലെ തന്നെ 6ാമത്തെ മലയാളിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമത്തെ മലയാളിയാണ് അക്കിത്തം. അപ്പോൾ അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ്. പിന്നെ ഇതിൻ്റെ സമ്മാനത്തുക ഒന്ന് പഠിച്ചു വെച്ചേക്കാം. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. അക്കിത്തത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 1973 എത്രയാണ്? 1973. കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബലിദർശനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു 6ാമത്തെ മലയാളിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള മലയാളിയും കൂടിയാണ് അക്കിത്തം. അതുപോലെ തന്നെ 2020 അന്തരിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൃതികളും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, അമൃതകായികം, അരങ്ങേറ്റം, നിമിഷക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, വെണ്ണക്കല്ലിൻ്റെ കഥ, സമത്വത്തിൻ്റെ ആകാശം, ബലിദർശനം, മാനസപൂജ, മനസാക്ഷിയുടെ പൂക്കൾ. ഇതെല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ കഥ പോലെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ കൃതികൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഈ കൃതികൾ മുഴുവനും റീകളക്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തെക്കുറിച്ചാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചോളൂ. അപ്പോൾ അവിടെ അമൃത എന്ന് പറഞ്ഞുള്ള ഒരു ഗായികയുടെ അരങ്ങേറ്റം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൃത ഗായികവും കിട്ടി, അരങ്ങേറ്റവും കിട്ടി. അപ്പോൾ എവിടെ അരങ്ങേറ്റം നടന്ന? ഒരു ക്ഷേത്രത്തിലാണ്. നിമിഷക്ഷേത്രം എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗായികയാണ്, അപ്പോൾ കിളിനാഥൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പഞ്ചവർണ്ണ കിളി, അതാണ് നമ്മുടെ കിളിനാഥുമായിട്ട് കണക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ അരങ്ങേറ്റമൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. അപ്പോൾ എന്താ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേ? കല്ലുകളാണ്. അപ്പോൾ വെണ്ണക്കല്ലിൻ്റെ കഥ നമുക്കവിടെ ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ മുകളിൽ എന്താ കാണുക? മുഴുവനും ആകാശമാണ്. അപ്പോൾ സമത്വത്തിൻ്റെ ആകാശം നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം എല്ലാവരും മരിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ പിന്നെ ബലി നടക്കും, ബലി ദർശനം, കുറേ പൂജ നടക്കും, മാനസ പൂജ, പൂജയ്ക്ക് എന്താ ആവശ്യമുണ്ട്? പൂക്കൾ ആവശ്യമുണ്ട്, മനസാക്ഷിയുടെ പൂക്കൾ. ഒന്നും കൂടെ വേഗം പറയാം. 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അമൃത എന്ന് പറഞ്ഞുള്ളൊരു ഗായിക, അരങ്ങേറ്റം നടന്നു. എവിടെ നടന്നിട്ടുള്ള? ക്ഷേത്രത്തിലാണ്. കിളിനാഥമാണ്, പഞ്ചവർണ്ണ കിളി, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, കല്ലുകളാണ് വീണേ, വെണ്ണക്കല്ലിൻ്റെ കഥ, ഫുൾ ആകാശം, സമത്വത്തിൻ്റെ ആകാശം, ബലി നടന്നു, പൂജ നടന്നു, കുറേ പൂക്കൾ ഉപയോഗിച്ചു, ബലിദർശനം, മാനസപൂജ, മനസാക്ഷിയുടെ പൂക്കൾ. അതേപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ 6 അപ്പോൾ അത് പഠിക്കാൻ ചെറിയൊരു കോഡുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ശങ്കരൻ പോറ്റിയ പിള്ളയ്ക്ക് MT കൂറ്. ഓക്കെ, അപ്പോൾ ശങ്കരൻ എന്ന് പറഞ്ഞാൽ G ശങ്കരക്കുറുപ്പ്, പോറ്റിയ എന്ന് പറഞ്ഞാൽ SK പൊറ്റക്കാട്, പിള്ളയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകഴി ശിവശങ്കരപിള്ള, MT പിന്നെ MT വാസുദേവൻ നായർ, പിന്നെന്താ കൂറ് എന്ന് പറയുന്നത് കുറുപ്പാണ് കേട്ടോ, ONV കുറുപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഈ കോഡ് പലർക്കും അറിയായിരിക്കും, എൻ്റെ കോഡല്ല, നമ്മൾ PSC പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു കോഡാണ് കേട്ടോ. അടുത്ത ജ്ഞാനപീഠ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശാന്തി പ്രസാദ് ജെയിൻ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, ഈ ഞാനുണ്ടെങ്കിലല്ലേ നമ്മൾ ജയിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ജെയിൻ. എത്ര ഭാഷകളിലെ സാഹിത്യ കൃതികളെയാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത്? 22 ഭാഷകളാണ് കേട്ടോ. ജ്ഞാനപീഠം ഏർപ്പെടുത്തിയിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 1961. പക്ഷേ അത് നൽകി തുടങ്ങിയിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 65. അപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള വർഷം 61, നൽകി തുടങ്ങിയിട്ടുള്ള വർഷം 65. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ G ശങ്കരക്കുറുപ്പാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജ്ഞാനപീഠം നേടിയിട്ടുള്ള ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയാണ്. 11 തവണയാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ചോദിക്കുകയാണെങ്കിൽ ഒരു ദേശത്തിൻ്റെ കഥയാണ്. ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ വനിത ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ആശാപൂർണ ദേവിയാണ് കേട്ടോ. ആരാണ്? ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്തിട്ടുള്ള കൃതി പഠിച്ചു വെച്ചേക്കണേ. പ്രഥം പ്രതി ശ്രുതി. എന്താണ്? പ്രഥം പ്രതി ശ്രുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ള മലയാളികൾ 6 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പഠിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ അക്കിത്തത്തിന് കിട്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളും ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുകളും എല്ലാം നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തു. കോഡ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട കേട്ടോ, ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.